പൾസ് നോക്കാൻ പറ്റും, കണ്ണ് നോക്കാൻ പറ്റും, കഴുത്തിൻ്റെ അടുത്ത് നോക്കാൻ പറ്റും. പക്ഷെ അതെങ്ങനെ നോക്കാം, എങ്ങനെ കൺഫേം ചെയ്യാന്നുള്ളത് എനിക്ക് ഈ സദസ്സിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു നിബന്ധനയാണ്. മരിച്ചണോ എന്ന് കൺഫേം ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ നിന്നാണ്, ഡോക്ടർമാരാണ് അത് കൺഫേം ചെയ്യേണ്ടത്, നമ്മളല്ല. നമുക്കറിയാത്തത് കൊണ്ടല്ല, അതെങ്ങനെയാണ് പറ്റുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പം ഏതായാലും ഇയാൾ മരിച്ചില്ലേ, ഇപ്പം പോയി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഇപ്പം ഇയാൾ മരിച്ചു, ഒരാൾ മരിച്ചു നമ്മൾ ആദ്യം എന്താ ചെയ്യുക? കണ്ണടക്കുക. എന്തോ ചെല്ലണ്ട് എന്തായാലും ബിസ്മില്ലാഹി പോലും വായിറ ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താ ഇസ്മായിലാജി ഒരു കണ്ണടയാത്ത? എന്തിന് കോളേജിൻ്റെ അവിടെ പണിയെടുക്കുന്ന പണിയെടുക്കുന്നതുകൊണ്ടാണ് ഒരു കണ്ണടയാത്ത. ഒരു കണ്ണടയുന്നില്ല, എന്താ ചെയ്യാം? ഒരു കണ്ണടയുന്നില്ല. മയ്യത്തിൻ്റെ കണ്ണടക്കുമ്പോൾ ഒരു കണ്ണടയുന്നില്ല, എന്താ ചെയ്യാം? ഏത് കണ്ണാണോ അടയാത്തത് ആ ഭാഗത്തെ കാല്. ഇപ്പോൾ ഇടത് കണ്ണാണ് അടയാത്തതെങ്കിൽ ഇടത് കാലിൻ്റെ തള്ളവരിത ഒരു വരി, എന്നിട്ട് കണ്ണെടുക്കുക. അതിന് വലത്തെ കണ്ണാണെങ്കിലോ ആ കാലിങ്ങനെ പിടിക്കുക, അത് വലിക്കുക, നല്ല റാഹത്തിൽ പിടിക്കുക. വെറുതെ ആക്കുമ്പോൾ ആക്കിയാൽ പോരാ, അന്നേരം അതാവും. രണ്ട് കണ്ണും അടയുന്നില്ലെങ്കിലോ രണ്ട് കണ്ണും തൊട്ടിരിക്കുകയും ചെയ്യും. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? മരിച്ച ഉടനെ ചെയ്യേണ്ടതാണ്. മരിച്ച ഉടനെ ഇത് ചെയ്തിട്ടില്ല, കുറേ സമയം ചെയ്തിട്ട് ഇങ്ങനെ കണ്ണു നോക്കുമ്പോൾ അടയുന്നില്ല, അന്നേരം ഇങ്ങനെ വലിച്ചുകൊണ്ട് എന്നിട്ട് തടിക്കൊണ്ടെന്നിട്ട് കാര്യമില്ല, അതാവില്ല. ഇങ്ങനെ 2, 3, 4 പ്രാവശ്യം ചെയ്ത് നോക്കുക, ആവുന്നില്ലേ അവിടെ നിർത്തുക, പിന്നെ ആവില്ല, പിന്നെ ആയിക്കൊണ്ടിരിക്കേണ്ട, അതാവില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് ഇതുപോലൊരു തുണി അങ്ങ് എടുത്തിടുക, അത് ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന മയ്യത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ടാവും. ചണ്ടാളും മയ്യത്ത് എല്ലാവരും വന്ന് നോക്കിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ മയ്യത്തിൻ്റെ ശരീരത്തിൽ ഇതുപോലെ ഒരു തുണി ഇട്ടതിന് ശേഷം മയ്യത്ത് ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റുക ആദ്യം. ഇതെന്താക്കാം, മെല്ലെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ അയക്കാം. അയച്ചിട്ടില്ലാട്ടോ, അയക്കുമ്പോൾ ആക്കിയിട്ടില്ല. അങ്ങനെ മെല്ലെ നമ്മളെന്താ കഴിച്ച് മാറ്റുക. അങ്ങനെ അഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും മലമൂത്ര വിസർജനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചൊന്ന് ക്ലീനാക്കി കൊടുക്കുക. അതിന് സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ വസ്ത്രങ്ങൾ വലിയ മാക്സിയോ അല്ലെങ്കിൽ വലിയ ചുരിദാറോ അങ്ങനെ എന്തിനാ കിട്ടുന്നതെങ്കിൽ നമ്മളതെന്താക്കണ്ട, അത് അഴിച്ച് മാറ്റണ്ട. അടിവസ്ത്രമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് അഴിച്ച് മാറ്റാൻ ശ്രദ്ധിക്കുക. അതങ്ങനെ വലിയ മാക്സിയിൽ അഴിച്ചതിനുള്ള ബുദ്ധിമുട്ട് എന്താണ്, പ്രയാസം എന്താണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് മാറ്റി, ചില സ്ഥലത്തു നിന്നുണ്ട് മയ്യത്ത് ധരിച്ച വസ്ത്രം നമ്മൾ അഴിച്ച് മാറ്റാൻ പാടില്ല, മുറിച്ച് കളയണം എന്നുള്ളൊരു പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ വസ്ത്രം ഉണ്ടെങ്കിൽ, ബനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് അഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അഴിച്ച് മാറ്റിയാൽ മതി, മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കും. ചിലണ്ട് മയ്യത്ത് ഉപയോഗിച്ച വസ്ത്രം പിന്നെ ആർക്കും ഉപയോഗിക്കില്ല, പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ മിസ്കിമാർ വരുമ്പോൾ ഒരു കൊടുക്കും, നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ഒരു കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല. നല്ല തുണിയല്ലാന്നെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കും കേട്ടോ, കളയണ്ട. അങ്ങനെ മെയ്യത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്താ അറിയോ, മെയ്യത്തിന് ഒരു ഉടുതുണി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഒരു ഉടുതുണി നമ്മൾ എന്താക്കുക, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുക. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇതിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മെയ്യത്തിൻ്റെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുക എന്നുള്ള. സ്ത്രീകൾ ശ്രദ്ധിക്കുക, മെയ്യത്ത് ധരിച്ച ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം അഴിച്ചു മാറ്റുക. അത് അഴിച്ചു മാറ്റുമ്പോൾ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ആഭരണങ്ങൾ അഴിക്കുമ്പോൾ അല്ലെങ്കിൽ അയൽവാസിയോ മറ്റുള്ളവർ അഴിക്കുമ്പോൾ ഈ മെയ്യത്തിൻ്റെ അവകാശികളായ ആരെങ്കിലും കൂടെ ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ആഭരണങ്ങൾ അഴിക്കാൻ പാടില്ല. കാരണം അയൽവാസിയായ ഒരാൾ വന്നിട്ട് ആഭരണങ്ങളൊക്കെ അഴിക്കുമ്പോൾ പിന്നീട് കണ്ണാക്കല്ലും കഴിഞ്ഞിട്ട് പൊന്നേലും നോക്കുമ്പോൾ അത് കാണുക, ആ കമ്മലിൻ്റെ ഒരു കുറ്റി കാണുന്നില്ല, അപ്പുറത്തെ സൈന്യവേ ഊരാനുണ്ടായി, ഓളായിരിക്കും എടുത്തിട്ടുണ്ടാവില്ല, ഓളങ്ങനെ തന്നെ എല്ലാവരും പറയുന്നേക്കലുണ്ട്. ഇങ്ങനെ പറയും, അനുഭവമാണ് കേട്ടോ, അനുഭവമാണ്. നമ്മൾ സ്ത്രീകൾ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. പിന്നീട് ആ കമ്മൽ കിട്ടിയപ്പോൾ ഓർ വന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്ത്രീകളായാലും ഇനി ആരായാലും മെയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അഹലുകാർ, അതിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യരുത്. ഇനി എല്ലാം കൂടി ഒരുമിച്ച് ഊരിയിട്ട് അവിടെ വെച്ചിട്ട് ഒന്നിച്ച് കൊടുക്കാനും നിൽക്കണ്ട. വളം ഊരിയാൽ പിടി അവിടെ കൊടുക്കുക, അടുത്തത് ഊരി അത് വേണ്ടേ അതും കൊടുത്ത്, കമ്മലൂരി, അത് ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക. പിന്നീട് അതൊരു വഴക്കിനോ പ്രശ്നത്തിനോ നിൽക്കാൻ പാടില്ല. അങ്ങനെ അതിൽ ഊരി വെച്ച ശേഷം പിന്നെ ചെയ്യേണ്ടത് മെയ്യത്തിൻ്റെ കെണിപ്പുകൾ മയപ്പെടുത്തുക എന്നുള്ളതാണ്. കെണിപ്പുകൾ മയപ്പെടുത്തുമ്പോൾ നമ്മൾ
കൈ എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഇതാക്കിയത് വെച്ചിട്ട് കുറേ സമയമാണ് അള്ളാൻ്റെ പാടിച്ച മടങ്ങുന്നില്ല. എന്താ ചെയ്യുക? ഈ കൈ മടക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? ആടുക്കെട്ടില്ലേ? അല്ല, ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏത് ഭാഗത്താണോ നമുക്ക് മടക്കാൻ പറ്റത്ത് നിർത്താൻ പറ്റും. ഇപ്പം ഇതല്ലേ നമുക്ക് നിർത്താൻ പറ്റാത്തതെങ്കിൽ ഈ ഒരു ജോയിൻറ്റിൽ ഇനി ഇവിടെ ആയാലും കുഴപ്പമില്ല, എവിടെയായാലും ഇനി കാലിൻ്റെതാണെങ്കിലും ഈ ഒരു ജോയിൻറ്റിൽ എന്താക്കുക, ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്കിയാൽ പോരാ കേട്ടോ, നന്നായിട്ട് ചെയ്യണം. ഒന്നിങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ബാക്കോട്ടേക്കല്ല വലിക്കേണ്ടത്, മുമ്പോട്ടേക്കാണ്. കുറച്ചൊന്നും ഇങ്ങനെ വലിക്കുക. എന്നിട്ട് അതേപോലെ തിരിച്ചുകൊണ്ടേ ഒന്നും കൂടി ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക, തിരിച്ചങ്ങോട്ട് കൊണ്ടുവരിക. ഒന്നും കൂടി നന്നായിട്ട് ചെയ്യും. വെറുതെ ഇങ്ങനെ പോരെ, ഒന്ന് നന്നായിട്ട് ചെയ്യണം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് നിർത്താം. ഇനി ഇതാണെങ്കിലോ ഇതും അങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഇങ്ങനെ നോക്കി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക, കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരിക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ചെയ്യുക. ഒന്നും കൂടി ചെയ്യും നന്നായിട്ട്, നല്ല ചെയ്യും. പിന്നെ കൂടെ വേണ്ട കൊട്ടുകൂട്ടിയല്ലേ മെല്ലെ അവിടെ വെക്കുക. അങ്ങനെ കാലിൻ്റെ ചെയ്യണ്ടേ? കാലിൻ്റെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാറ്റിയിട്ട് ചെയ്യരുത് കേട്ടോ. മേളിലിട്ട തുണി മാറ്റിയിട്ടല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിലൂടെ മാത്രമേ ചെയ്യാവൂ. കാരണം മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗം ആരും കാണാൻ പാടണ്ട. തലയോ ഉളുക്കി പോലെ മെല്ലാക്കണേ. കുട്ടിക്ക് ഒന്ന് തലയോ എന്താക്കാം, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് നമുക്ക്. അതുപോലെ വിരലുകൾ അപ്പുറത്തെ കാലം ഇപ്പുറത്തെ എല്ലാ ഭാഗവും അങ്ങനെ കണിപ്പുകളൊക്കെ മയപ്പെടുത്തിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് മയ്യത്തിന് ഇതുപോലെ തുണിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു തുണിയിട്ട് കൊടുത്തിട്ടുണ്ടേ, അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലത്തെ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ മുകളിലിട്ട് കൊടുത്താൽ മതി. വേറെ രക്ഷാ തുണി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ സ്ത്രീകളാണെങ്കിൽ ശ്രദ്ധിക്കുക, സ്ത്രീകളാണ് ഈ മേലുള്ള മാക്സിയോ ചുരിദാറോ അല്ലെങ്കിൽ ടോപ്പോ ബനിയനോ എന്തോ ഒഴിച്ചോന്ന് വിചാരിക്കുക, ഒരു ഉടുതുണി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇതൊരു തുണി മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാളിങ്ങനെ വന്ന് നോക്കുമ്പോൾ മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗം മാറിൻ്റെ ഭാഗം കാണും. അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, സ്ത്രീകളോട് മാക്സിയോ ചുരിദാറോ അങ്ങനെയുള്ള സാധനമാണെങ്കിൽ അത് അഴിക്കണ്ടെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഴിച്ചേ പറ്റൂ, നജസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിക്കോ. അങ്ങനെ മാറ്റിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ഈ മയ്യത്തിൻ്റെ മുകളിലിട്ടൊരു തുണിയുണ്ടല്ലോ, ആ തുണി എന്താക്കാൻ ഇതിൻ്റെ നടുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇതാ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറുക മതി. എന്നിട്ട് എന്താക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഈ മയ്യത്തിൻ്റെ ഈ ഷോൾഡറിൻ്റെ അടിയിൽ ഇതും കയറ്റുക, അപ്പുറത്ത് ഭാഗത്ത് അതും കയറ്റുക. അതിനുശേഷം എന്താക്കുക, ഒരു തുണി അതിൻ്റെ മുകളിലിട്ടേക്കാം. ഇനി ആര് വന്നിട്ട് എന്നെ ആരെങ്കിലും ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്നോ അപ്പുറത്തെല്ലാം വരുന്നുണ്ടാവും, ദൂരം എന്തെങ്കിലും വരുന്നുണ്ട്, എൻ്റെ മൂത്തമ്മ എന്നിട്ട് ഇങ്ങനെ ഓടി വന്നിട്ട് വിൽക്കണം അല്ലേ, അന്നേരം എന്താവില്ല, മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗം കാണും. ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇട്ട വസ്ത്രം അഴുക്കൊന്നുമില്ല നജസൊന്നും ഇല്ലെങ്കിൽ അതിന് ഇട്ട് കൊടുക്കാൻ നജസുള്ള ഭാഗം കഴുകി വൃത്തിയാക്കുക. ഇനി മുക്കിൽ പഞ്ഞി വെക്കണ്ടേ, പഞ്ഞി വെക്കണം, മുക്കിൽ പഞ്ഞി വെക്കുന്നത്. കാലിൻ്റെ വിരലത്തിന് എങ്ങനെ കെട്ടുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ? കാലിൻ്റെ വിരൽ കെട്ടുന്നത് എന്തിനാണെന്നറിയോ, നമ്മൾ വയ്യ കഫം ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ തന്നെ ഉണ്ടായി, നമുക്ക് കഫം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകുക, നമുക്ക് കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്താക്കുന്നത്, ഇതിങ്ങനെ കെട്ടുന്നത്. അതല്ലാണ്ട് ഇതിൽ വേറെ ഗുണങ്ങളൊന്നുമില്ല. ഇനി ഇത് കെട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു ഉടുതുണിയോ അല്ലെങ്കിൽ മെയ്യത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന തുണി എന്താക്കുക, ഇതൊന്ന് അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നു. കെട്ടലിൻ്റെ നിർബന്ധമില്ല. ഈ 2 കാലും ഒന്ന് അടുപ്പിച്ച് വെക്കുക എന്നുള്ളത് മാത്രമാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൈ ചില ആൾക്കാർ ഇങ്ങനെ വെച്ച് കെട്ടലുണ്ട്, ഇങ്ങനെയെല്ലാം കെട്ടുന്നതാണ്. കൈ ഇങ്ങനെ കെട്ടരുത്. കൈ ഇങ്ങനെ കെട്ടിയാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വെയ്യെ കഫം ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ കൈ എപ്പം വെക്കൽ നല്ലത്, ഒന്നിക്കൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നിങ്ങൾ കൈ കെട്ടേ ചെയ്യരുത്. അത് കെട്ടിയാലുള്ള ദൂഷ്യം എന്താണെന്നുള്ളത് ആ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൈ ഇങ്ങനെ വെച്ച് ലെവലാക്കിയാൽ മതി. ഇനി താടി കെട്ടണോ, താടി ചില ആൾ കെട്ടണം എന്ന് പറയാറുണ്ട്. എല്ലാ മയ്യത്തിനും താടി കെട്ടണമെന്നുണ്ട്. എല്ലാ മയ്യത്തിനും താടി കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. താടി ഇതുപോലെ ഇപ്പോൾ അടഞ്ഞതാണെങ്കിൽ നമ്മൾ കെട്ടിയൊന്നും വേണ്ട. ഇനി ഓപ്പൺ ആയതാണെങ്കിൽ മാത്രം നമ്മൾ എന്താക്കിയാൽ മതി, താടി ഇങ്ങനെ കെട്ടിയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് താടി കെട്ടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, കാരണം നമ്മൾ മരിച്ച ഉടനെ കുളിപ്പിക്കല്ലേ, കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കഫം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി കെട്ടൽ നിർബന്ധമാണോ, നിങ്ങൾ കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂക്കിൽ എന്തിനാണ് പഞ്ഞി വെക്കുന്നത്, ശ്വാസം കേൾക്കുന്നതായിട്ടാണ്.
ശ്വാസം കഴിക്കുന്നതായിട്ട് വരും. മരിച്ച ആൾ ശ്വാസം കഴിക്കും. പിന്നെ വേറൊരു സാധനം വെക്കലുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ മുകളിൽ എന്തോ വെക്കലില്ല. എന്താ? കല്ല്, പൂട്ട. നിങ്ങളുടെ നാട്ടിൽ എന്താ വെക്കല്? ഫോണാ. ഇവിടെ എന്താ വെക്കേണ്ടതെന്നറിയോ? എന്തിനാ വെക്കുന്നത്? വെക്കൽ അടക്കട്ടെ, എന്തിനാ വെക്കുന്നത്? വയറ് വീർക്കാനാണ്. ഇപ്പം ഇയാളെ വയറ് വീർക്കുന്ന അതിലുള്ള കുറേ സമയം കടന്നിട്ട് എന്താ വയറ് വീർക്കാത്ത? ജീവനുള്ളതുകൊണ്ടാ? എന്താ മരിച്ച കാറ്റ് വരുന്ന എന്തുകൊണ്ടാ? അറിയില്ല. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കാലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ നെല്ലിൻ്റെ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ മൂക്കിലൂടെയും ഇങ്ങനെ കടന്നു വരും. ഇനി തല പിടിച്ചിട്ട് ഇങ്ങനെ കുലിക്കാലോ, വയറിൻ്റെ ഭാഗത്തുള്ള വേസ്റ്റൊക്കെ താഴെ പോകും. അതായത് ഈ മെയ്യത്തിന് ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം പോയി. ലോക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലേ, അത് പോയി. അതായത് കുറച്ച് സമയം നമുക്കൊരു ഒന്ന് മൂത്രയിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഏതായാലും ഇതൊന്നും തീരട്ടെ, ഒരു 10 മിനിറ്റും കൂടിയല്ലേ, ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ പോയിട്ട് മൂത്രയിക്കാം അല്ലേ എന്നുള്ളൊരു ടൈമിങ്, ഒരു പിടിച്ചിക്കാനൊരു കപ്പാസിറ്റി നമുക്കുണ്ടല്ലോ. ആ സാധനം ഈ മെയ്യത്തിനില്ല. ഇപ്പോൾ ഇയാളെ കണ്ടോ, ഞാൻ ഇപ്പോൾ ഇയാൾ ഒന്നുമ്പോൾ അയാൾ അങ്ങോട്ട് പോയില്ലേ, ഇതൊന്നും അയാളെ തള്ളുമ്പോൾ അയാൾ അങ്ങോട്ട് പോയതെന്നറിയോ? എന്തുകൊണ്ടാണെന്നറിയോ പോയത്? ഇയാളിപ്പോൾ ഒരു തടസ്സമില്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ നോക്കിയേ, എന്താ പോവാത്തേ? മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പോകാത്തത്? തടസ്സമുള്ളത്. അപ്പോൾ ഇവിടെ കല്ല് വെക്കുന്നത് എന്തിനാണെന്നറിയോ? വെയിറ്റുള്ള സാധനം വെക്കുന്നത് എന്താണെന്നറിയോ? ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ഇവിടെ നിൽക്കും, ഒന്നും അറിയില്ല. ഇവിടെ വെയിറ്റ് വെച്ചിട്ടില്ലെങ്കിലോ ഇങ്ങനെ നിറയും. അപ്പോൾ ഇവിടെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? കാറ്റ് നിറയുന്നുണ്ട്. ഇനി ഇത് വെക്കാണ്ട് വേറൊരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്. കല്ല് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഉടുതുണി ഇട്ട് കൊടുക്കുന്നില്ലേ, ഒരു ഉടുതുണി ഇട്ട് കൊടുക്കുമല്ലോ. ആ ഉടുതുണി എന്താക്കുക, കുറച്ചൊന്ന് കയറ്റിയിട്ട് ഒന്ന് ടൈറ്റാക്കിയാൽ കെട്ടിക്കൊടുത്തേ. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കളക്കാനെല്ലാം ഒന്ന് ഇട്ടുകൊണ്ട് തന്നെ മുറിക്കാൻ കൊടുക്കലില്ലേ, അതുപോലെ ചെറുങ്ങനെ ഒന്ന് ടൈറ്റാക്കിയിട്ട് ഇവിടെ കെട്ടിക്കൊടുത്താൽ പിന്നെ ആ വെയിറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അപ്പോൾ കനം വെക്കലല്ല നമുക്ക് വേണ്ടത്, നമ്മളതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുക. അതായത് കാറ്റ് കയറുന്നത് കൊണ്ടാണ്, വീർക്കുന്നുണ്ടോ, അതിന് ചെറിയൊരു കെട്ട് കെട്ടിയാൽ മതി. ഇനി വെക്കാൻ പറഞ്ഞ സാധനത്തിന് എന്താ, ഒരു 50-60 ഗ്രാമാണ് ചെറിയ സാധനം. വെക്കുന്നുണ്ടെങ്കിൽ ആ സാധനം എന്തായിരിക്കണം എന്നറിയോ? മെയ്യത്തിനോ അതിൻ്റെ ചുറ്റുമുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാത്തൊരു സാധനമായിരിക്കണം വെക്കേണ്ടത്. ബാഡ് സ്മെല്ലുള്ള സാധനങ്ങൾ വെക്കാൻ പാടില്ല, മറ്റുള്ള ജീവനുള്ള സാധനങ്ങൾ വെക്കാൻ പാടില്ല. ഇയാൾ വെച്ചതിന് ഫോണെല്ലാം വെച്ചിട്ട് ഇങ്ങനെ റിംഗ് ടോണെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം മെയ്യത്തിനോ അതിൻ്റെ അഹലുകാർക്കോ അല്ലെങ്കിൽ ചുറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാത്ത സാധനമായിരിക്കണം വെക്കേണ്ടത്. വെക്കുമ്പോൾ നഗ്നമായി പൊക്കിൻ്റെ മുകളിൽ നേരെ വെക്കരുത്, തുണീൻ്റെ മുകളിൽ വെക്കലാണ് നല്ലത്. ചിലർക്കാർ നേരെ വെച്ചിട്ട് കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ എന്താക്കൽ, തുണി വെക്കൽ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് വെക്കേണ്ടത്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വേറെ തുണി ഇട്ടോ. അപ്പോൾ അത് വെക്കണമെന്നല്ല, തുണി ഒന്ന് കുറച്ച് ടൈറ്റാക്കി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആവശ്യം അവിടെ തീർന്നു. അപ്പോൾ അത് റെഡിയായി. അങ്ങനെ മെയ്യത്ത് റെഡിയാക്കി അവിടെ വെച്ചു, സെൻട്രാൾ കടത്തി. മെയ്യത്ത് കടത്തേണ്ടത് ഇങ്ങനെയാണോ? മെയ്യത്ത് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ കടത്തേണ്ടത്? അല്ല, നമ്മൾ കടത്തേണ്ടത് എങ്ങനെയാണെന്ന്, കിബില അങ്ങോട്ടാണെങ്കിൽ നമ്മൾ കടത്തേണ്ടത് ഇങ്ങനെയാണ്. വലത് ഭാഗത്ത് ചാർന്നിട്ടാണ് മെയ്യത്തിനെ കടത്തേണ്ടത്. ഇങ്ങനെ എവിടെയെങ്കിലും കടത്തിയിട്ട് കണ്ടണ ഇല്ല എന്നാൽ കുഴപ്പമില്ല. നമ്മൾ ജീവിതകാലത്ത് എങ്ങനെയാണോ കടക്കുക, വലത് ഭാഗത്ത് ചാർന്ന് കടക്കലല്ലേ സുന്നത്ത്. അല്ലാൻ്റെ ഹബീബ് അങ്ങനെയല്ലേ പഠിപ്പിച്ചത് അല്ലേ? അല്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ സലാത്ത്, റസൂലുള്ളാഹിൻ്റെ പേര് പറയുമ്പോൾ സലാത്ത് പറയണേ. സലാത്ത് ചെല്ലാത്ത സ്ഥലത്താണ് പിശുക്കന്മാരുടെ സദസ്സായിരിക്കുന്നത്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ നോട്ടമുള്ള സദസ്സാക്കി മാറ്റട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മെയ്യത്തിന് കടത്തൽ നല്ലത് ചെന്നിട്ടാണ്. അങ്ങനെ നമുക്ക് പറ്റൂല, ബാക്കിൽ കല്ലെല്ലാം വെക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ കടത്തേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ കിബില അങ്ങോട്ടാണെങ്കിൽ നമ്മൾ മെയ്യത്തിനെ കടത്തേണ്ടത് ഇങ്ങനെ, ചെറിയ തലേൻ്റെ അടിയിൽ ചെറിയൊരു തുണി അങ്ങ് വെച്ച് കൊടുക്കുക. ഈ ലെവലിലാണ് നമ്മൾ എന്താക്കേണ്ടത്. കിബില അങ്ങോട്ടാണ്, ഇങ്ങനെയാണ് മെയ്യത്തിനെ കടത്തേണ്ടത്. ഇനി ഇങ്ങനെ കടത്താൻ സൗകര്യമില്ല, ആ വീട്ടിൽ നേരെ കയറുമ്പോൾ ഇങ്ങനെയല്ല, നീളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കടത്തിയാൽ മതി. എങ്ങനെ കടത്തിയാലും കുഴപ്പമില്ല. പക്ഷെ നല്ലത് ഇതാണ്. പിന്നെ നേരെ തിരിച്ച് ഇങ്ങനെ ചേരിനിട്ടാൽ വെക്കാൻ വേണ്ടി പറ്റുക. ചില സ്ഥലങ്ങളിലുണ്ട് ഇങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് ഏണിയുടെ മൂല കൊണ്ടേക്ക്, എന്നിട്ട് ആരെയും കാണാൻ പോകണം, ഏണിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പോകണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരും ദീനൊരിക്കലും ഒന്നല്ല പ്രയാസപ്പെടുത്തുന്ന മതമല്ല. അപ്പം അങ്ങനെ വെക്കൽ നിർബന്ധമൊന്നുമല്ല. ഇങ്ങനെ വെക്കാൻ പറ്റും, ഇങ്ങനെ വെക്കാൻ നേരെ തിരിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും വെക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കടത്തി വെള്ളം വെച്ചു. ഇതിൻ്റെ കാലിൻ്റെ അടിയിലെന്തോ വെക്കലുണ്ടല്ലോ അല്ലേ? ഈ കട്ടിലിൻ്റെ അടിയിലെന്തോ വെക്കലില്ലേ? പാത്രം വെക്കല്ലേ, വെള്ളം ഒഴിക്കും അല്ലേ? 4 പാത്രം ഒരേപോലത്തെ പാത്രം വേണ്ടേ? ആ അയ്യ, അതെന്തിനാ? ഉറുമ്പേറാണ്ടെടുക്കുന്നില്ല. ഇവർ ചോദിക്കുന്നത് ഇതെന്താ ഇതിൻ്റെ മുകളിൽ ജിലേബിയായിട്ട് ഇല്ലേന്ന് ചോദിക്കുന്നത്. ഉറുമ്പ് കയറോ? അങ്ങനെ ഉറുമ്പ് കയറലില്ല.
ഇപ്പോഴത്തെ വീട്ടിൽ ഉറുമ്പ് കയറോ? ഉറുമ്പ് പോയിട്ട് മെഞ്ചന്മാർക്കെന്നെ കയറാൻ പേടിയാണ് ഇപ്പോഴത്തെ പേർക്കല്ലേ. കാരണം മാർബിൾ, ഗ്രാനൈറ്റ്, അതിൻ്റെ മുകളിൽ ഷീറ്റ്, മറ്റേ തൂവൽ, ഇതിനുള്ളിൽ എങ്ങനെ ഉറുമ്പ് കയറുക? ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിലും മാത്രം ചെയ്യുക. അത് പഴയ കാലത്താണ്. അതായത് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, മണ്ണമർത്തിയത്, അല്ലെങ്കിൽ ചാണകം പോലത്തെ സാധനങ്ങൾ തേച്ചിട്ടൊക്കെ പഴയ കാലത്തുണ്ടായത്. ആ വീട്ടിലാണ് ഉറുമ്പെല്ലാം കയറില്ല. അതിന് വേണ്ടിയിട്ടാണ് അത് വെക്കൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ഒരേപോലത്തത്. ഏതൊരു മഹലിൽ പള്ളിയിൽ തന്നെ ഉണ്ട്. പള്ളിയിലേക്ക് മരിച്ചാൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ 4 പാത്രം, ഒരു കിണ്ടി, ഇങ്ങനത്തെ സാധനങ്ങൾ മരിച്ചാൽ കൊണ്ടുപോകുന്ന സാധനം. അതിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെക്കുക. വെറുതെ മാമൂലായിട്ട് നമ്മൾ എന്താക്കണ്ട, അത് കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. ഇയാൾ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഒഴിവാക്കാനാണ് വന്നതെന്ന് വിചാരിക്കേണ്ട, നല്ലതിനാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അതെല്ലാം വെച്ച് എല്ലാം റെഡിയായി. ഇനി അടുത്ത പരിപാടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം, മെയ്ത് കുളിപ്പിക്കുന്ന ആളിൽ വെച്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് കഫൻ തുണി മുറിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ട പരിപാടി. ഈ നാട്ടിൽ സ്ത്രീകളുടെ മെയ്താരാ കഫൻ ചെയ്യൽ? ആണുങ്ങളല്ലേ കഫൻ ചെയ്യൽ? ആണുങ്ങളെ കഫൻ ചെയ്യേണ്ടത് ശരിക്കും നിങ്ങൾ നിസ്കാരക്കുപ്പായിലിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കൊടുക്കും. ഒരു കടലാസ് പോയിൻ്റെ കേക്ക് പൊതിയും പോലെ ഒന്നിങ്ങോട്ടും 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 ഒന്നിങ്ങോട്ടും. ഇതിനാണ് നിങ്ങൾ എന്താക്കുന്നത്, ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ, ഇങ്ങോട്ട് ശ്രദ്ധിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ ഞാനാണ് കഫൻ ചെയ്യുന്നത് വിചാരിക്കുക. എങ്ങനെ കഫൻ ചെയ്യുന്നത്? പെണ്ണുങ്ങൾ മെയ്യത്ത് സെൻട്രൽ ആളുടെ മെയ്യത്ത് കടത്തി, 1000 മുകളിൽ കടത്തിയിട്ടുണ്ടാവും. കുറേ 10-20 ആളിങ്ങനെ ചുറ്റി വെക്കുന്നുണ്ടാവും. പിടി അവിടെ പിടി, അവിടെ പിടിയാ, അവിടെ ടൈറ്റ് ആക്കിയാ അസപ്പിക്കാം, ഇവിടെ കുറച്ച് ടൈറ്റ് ആക്കണം, ഇവിടെ കൈ കുറച്ച് താണ്ടില്ല, അവിടെ ടൈറ്റ് ആക്കാം അല്ലേ? ഇങ്ങനല്ലേ ചെയ്യൽ? ഏടിയാ പിടിക്കുന്നത്? ഏടിയാ തൊടുന്നത്? ആരെയാ തൊടുന്നത്? പറ്റുമോ? നിങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഈ മെയ്യത്തിന് നമ്മൾ 3 ആളും കൂടി കഫൻ ചെയ്യുന്നു. ഈ രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുമോ മെച്ചന്മാരെ? മരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഇഷ്ടമാരോ നോക്കുന്നു? ഇല്ല, പോലും പാടില്ല കേട്ടോ. നിങ്ങൾ മെയ്യത്ത് നിങ്ങൾ തന്നെയാണ് കഫൻ ചെയ്യുന്നത്. അത് ഇവിടുന്ന് ഞാൻ പറഞ്ഞുതരും. അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തുണി മുറിക്കേണ്ടത്, എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഈ കഫൻ തുണി സാധാരണ നിങ്ങളുടെ നാട്ടിൽ ആരാ മുറിക്കുക? ഉസ്താദാണോ? മെയ്യ് തുളിപ്പിക്കുന്ന ആളെന്നല്ലേ അല്ലേ? ഉസ്താദ് കുളിപ്പിക്കല്ലേ? ഉസ്താദ് മുറിക്കല്ലേ? മാഷാ അല്ലാ, കുളിപ്പിക്കുന്ന ആളെന്നായോട്ട് കുഴപ്പമില്ല. ഉസ്താദ് മാറാണെങ്കിൽ ഉസ്താദിൻ്റെ പണി പോയി, തോട് പോകും. അതുകൊണ്ട് ഉസ്താദ് മാറാൻ നമ്മളോട് ദേഷ്യം പിടിക്കണ്ട. ഈ മെയ്യത്തിൻ്റെ കഫൻ തുണി മുറിക്കുമ്പോൾ മെയ്യത്തിൻ്റെ മേത്ത് വെച്ചിട്ടല്ല കേട്ടോ മുറിക്കേണ്ടത്. എവിടെയെങ്കിലും സെൻട്രലിലോ ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതോ റൂമിലെ കട്ടിൻ്റെ മുകളിലോ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, കഫൻ തുണി മുറിക്കേണ്ടത്. ഈ കഫൻ തുണി മുറിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യിക്കണം. അതിൻ്റെ അഹലുകാരോട്, നിങ്ങളേരാ കാർണൂർ ഉംറ കൊയിനാ ഉംറ കൊയിനാർ എന്തിനങ്ങനെ ചോദിക്കുന്നത്? ചില ആൾക്കാർ ഉംറ പോയിട്ട് വരുമ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രം സംസം വെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കുന്ന ആളുണ്ടാവും, കായബയിൽ തുടച്ചിട്ട് വരുന്ന ആളുണ്ടാവും, ഹറമിൽ കൊണ്ടുപോയി വെക്കുന്ന ആളുണ്ടാവും. അത് ഓരോരാളുടെ വിശ്വാസപ്രകാരം, അത് ഓരോ മനസ്സിലുള്ള തൃപ്തിയാണ്. അങ്ങനെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട്, പോലും എന്നാൽ ഇങ്ങ് എടുക്കാൻ പറയാം. അതിങ്ങ് എടുക്കാൻ വേണ്ടി ഇതാരാ ചോദിക്കേണ്ടതെന്ന് അറിയോ? തുണി മുറിക്കുന്ന ആളെ ചോദിക്കേണ്ടത്. ഇയാൾക്ക് ബോധമൊന്നും ഉണ്ടാവില്ല, ഇയാൾ ആകെ അലാക്കായിട്ട് ഉണ്ടാവില്ല. കാർണൂർ മരിച്ചിട്ടുണ്ട്, ഇപ്പോൾ കാർണൂർ വീടി എങ്ങനെ സ്വന്തമാക്കലെന്നെല്ലാം അതിൻ്റെ ടെൻഷനല്ലേ ഉള്ളത്, മരിച്ചതിൻ്റെ ടെൻഷനല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇത് ചോദിക്കുമ്പോൾ കഫൻ തുണി മുറിക്കുന്ന ആൾ ചോദിക്കണം. കാരണം ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ഇനി ഇയാൾ പോയിട്ടാകുമ്പോൾ ചില സമയം വന്ന് പേരോ ചെയ്യില്ല, 10 മിനിറ്റ് എല്ലാം ആവും. അത് ടെൻഷൻ കൊണ്ടായിരിക്കും എല്ലാവരോടും കൂടി ചോദിക്കുന്നുണ്ടാവും, എവിടെ വെച്ചിന്, എന്താ വെച്ചിന്. ഇനി അങ്ങനെ എന്തെങ്കിലും കിട്ടി അത് കൊണ്ടുവന്നാൽ നമ്മളത് നോക്കുക, അതിലെന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടോ, അങ്ങനെ ഉണ്ടോ, കഫൻ തുണി നീളുള്ളതാണോ. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ പറ്റുന്ന എന്താ ഉള്ളത് അത് അതിങ്ങെടുക്കുക, എന്നിട്ട് അതിനെ കൊണ്ട് ചെയ്യാം. അത് നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ വയ്യ കണ്ണാക്കിന് നമ്മൾ പോകുമ്പോൾ പറയാം, ഉപ്പ ഇങ്ങനെ തുണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മമ്മ നിസ്കാരക്കുപ്പ എന്തരേ എടുത്ത് വെച്ചാൽ 4 മുമ്പേ എടുത്ത് വെച്ചാൽ എന്താ ചെയ്യുക, എന്ത് ചെയ്യാൻ, ഇനി ഒന്നും ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പം ഇതാരാ പറയേണ്ടത്? കഫൻ തുണി മുറിക്കുന്ന ആൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, അത് നല്ലതാണ്. ഇനി ഞാൻ കഫൻ തുണിയിൽ വാങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ എൻ്റെ പൈസനെ കൊണ്ട് കഫൻ തുണിയൊക്കെ വാങ്ങി റെഡിയാക്കി അവിടെ വെച്ച്, നല്ല ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അത്രയിൽ വാങ്ങി അവിടെ റെഡിയാക്കി വെച്ച് എൻ്റെ മക്കളോട് പറഞ്ഞു, ഇവരോടും പറഞ്ഞു, ഞാൻ മരിച്ചാൽ അവിടെ ഉണ്ട് എൻ്റെ അർമ്മളുടെ മുകളിൽ 3ാമത്തെ ഇതെല്ലാം പറഞ്ഞ് റെഡിയാക്കി ഞാൻ മരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കഫൻ തുണീനെ എടുക്കൽ നിർബന്ധമുണ്ടോ? ഉമ്മമ്മ നിസ്കാരക്കുപ്പായി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതന്നെ ഉമ്മമ്മക്ക് മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, നിർബന്ധമുണ്ടോ? ഞാൻ വാങ്ങി വെച്ച എൻ്റെ പൈസനെ കൊണ്ട് വാങ്ങി വെച്ച അത്രയും സ്പ്രേയും അല്ലെങ്കിൽ അത്രയും കഫൻ തുണിയൊക്കെ
ഞാൻ എൻ്റെ വസിയത്തും ഉണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതെടുക്കൽ നിർബന്ധമാണോ? ആണോ? ആണോ? അല്ല. എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോട് ദീർഘായുസ്സ് തരട്ടെ. ഞാനിപ്പോൾ ഇവിടുന്ന് നിന്നപ്പോൾ ഞാൻ മരിച്ചു. ഇപ്പം എൻ്റെ കീശയിൽ എന്തുണ്ട്? ഒരു പേഴ്സുണ്ട്, ഒരു കല്ലുണ്ട്, വാച്ചുണ്ട്. ഇതെല്ലാം ആരതാണ്? ഞാൻ മരിച്ചിട്ടുള്ളത് എൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതൊക്കെ ഇതാരതാണ്? ആരത്? എൻ്റെ അനന്തരാവകാശികൾ ആരാണോ അവരുതാണ്. ഇനി ഇതെടുക്കുമ്പോൾ ആരോട് ചോദിക്കണം? ഇനിയിപ്പോൾ എൻ്റെ മയ്യത്ത് വീടിനടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം, ഇയാളെടുത്ത് വീടിന് പൈസ എടുത്തിട്ട് ഇത് 100 പൈസ എടുത്തിട്ട് 1000 എടുത്ത് കൊടുക്കാൻ പറ്റുമോ? വീടിനെടുക്കുമ്പോൾ ആരോട് ചോദിക്കണം? ഇതിൻ്റെ അവകാശികളോട് ചോദിക്കണം. അതുപോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കഫൻ തുണി എടുത്ത് വെച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എടുക്കുന്നുണ്ടെങ്കിൽ ആരോട് ചോദിക്കണം? ആ മക്കളോട് ചോദിക്കണം. ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞാൽ കഫൻ തുണിയിൽ എടുത്തു വെച്ച് തന്നെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോ അത് വേണ്ട, ഉപ്പം മരിക്കാനേ ഞാൻ കാത്തിക്കില്ല, എത്ര നാളെ അത്ര ഞാൻ എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടെന്നറിയാം, ഇപ്പെങ്കിലും മരിച്ചല്ല എന്ന് പറഞ്ഞാലോ ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ അവകാശി ആരാണോ അവരോട് ചോദിക്കാം, എന്നിട്ട് എടുക്കാൻ പാടില്ല. പക്ഷെ എന്നാലും നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ, ഒരു സ്നേഹമില്ല, ഒരു ബഹുമാനം, ഒരു ആദരവില്ലേ, അത് വിചാരിച്ച് നമ്മളെന്താക്കുക ചെയ്തു കൊടുക്കാൻ നല്ലതാണ്. അങ്ങനെ ചെയ്യുക, അങ്ങനെ ആരെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്തല്ല, നിർബന്ധമല്ല, അത് അവകാശികളോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ കഫൻ തുണി മുറിക്കാൻ പോയാണേ, ശരിക്കും ശ്രദ്ധിക്കാം. കഫൻ തുണി എത്രയാണ്? പുരുഷന്മാർക്ക് നിർബന്ധമായ കഫൻ തുണി എത്രയാണ്? 3. സ്ത്രീകൾക്ക് നിർബന്ധമായ കഫൻ തുണി എത്രയാണ്? സ്ത്രീകൾക്ക് നിർബന്ധമായ കഫൻ തുണി എത്ര? ഇത് മൈദാമോട്ടൊക്കെ പോയിട്ട് ചേരാൻ പറഞ്ഞതിൽ ഇങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ട് മാത്രമല്ല ഉസ്സലേ. പറ, എത്രയാണ്? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ അറിവ് വേറെ ഇല്ലെന്നാണ്. അറിയാത്തതുകൊണ്ടാണോ? അറിയോ? അപ്പം നിങ്ങൾ പിന്നെ കുടിപ്പിക്കുന്ന ആളുണ്ടല്ലോ ആടാ, എത്രയാ? അറിയില്ല. നിങ്ങൾ 3 പറഞ്ഞല്ലേ? 1 ഉസ്താദിന് 1 വീണ്ടും വരും, നോക്കിക്കോളൂ. സ്ത്രീ ആയാലും പുരുഷന്മാരായാലും നിർബന്ധമായ കഫൻ തുണി ശരീരം മുഴുവനും മറയുന്ന ഒരു തുണിയാണ്. 3 നിർബന്ധമായത് ശരീരം മുഴുവനും മറയുന്ന ഒരു തുണി. വെള്ളത്തുണി എന്നല്ല, ഒരു തുണി. അതിന് പച്ച കളറായും കുഴപ്പമില്ല, വെള്ള കളറായും കുഴപ്പമില്ല, ചുവപ്പായാലും കുഴപ്പമില്ല, ശരീരം മുഴുവനും മറയുന്നതായിരിക്കും. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കാലത്ത് ഒരു സഹാബി മരിച്ചു. ആ സഹാബി മരിച്ചപ്പോൾ ആ തുണിയെടുത്ത് വെച്ച് പുറത്തിറങ്ങി. ആ മയ്യത്തിന് കഫൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ആ മയ്യത്തിൻ്റെ കാല് ശരിക്കും കഫൻ ചെയ്തു. അപ്പോൾ തല പുറത്തായി. എന്നിട്ട് തലേൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് വലിച്ച്, അപ്പോൾ കാല് പുറത്തായി. എന്നിട്ട് അവസാനം ഒരു ഭാഗത്ത് പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് കഫൻ ചെയ്തതാണ്. അപ്പോൾ അത്രത്തോളം നമ്മൾ മനസ്സിലാക്കുക, നിസ്കാരക്കുപ്പായം നിർബന്ധമല്ല, ഉടുതുണി നിർബന്ധമല്ല, ശരീരം മുഴുവനും മറയുന്ന ഒരു തുണി മാത്രമാണ് നിർബന്ധം. എന്നാൽ ഒരു മെയ്യത്തിന് ഒരു തുണി അല്ലാതെ അതിൽ കൂടുതൽ ഇതിനെത്ര 30 രൂപ, ഈ ഒരു 30 രൂപേൻ്റെ അത്ര ഉപയോഗിക്കൽ ഹറാമായി വരുന്നൊരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാം? അല്ലെങ്കിൽ ഒരു തുണി അല്ലാതെ രണ്ടാമതൊരു തുണി ഉപയോഗിക്കൽ ഹറാമായിട്ട് വരുന്നൊരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാം? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സമയമുണ്ടോ? ഈ മെയ്യത്തിന് ഉപയോഗിക്കൽ ഹറാമായി വരുന്ന സമയം മനസ്സിലായില്ല. ഇഹ്റാമിലല്ല, സാധാ നോർമൽ. മാഷാഅല്ലാഹ്, നല്ല ഉത്തരം. ഒരിക്കലും മക്കയിൽ ഉംറയ്ക്ക് വേണ്ടി പോയ സമയത്ത് ഒരു 5-6 മയ്യത്ത് ഇങ്ങനെ അവിടെ കടത്തിയിട്ടുണ്ട്. അതിലൊരു മയ്യത്തിൻ്റെ മുഖം തുറന്നിട്ട് ഒരു മയ്യത്ത് കഫൻ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കൊതിച്ചു പോയി. മാഷാഅല്ലാഹ്, അതിലൊന്ന് ഞാനായിരുന്നുവെങ്കിലെന്ന്. അള്ളാഹു ഹൈറായ സ്ഥലത്ത് മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത് ഒരു 30 രൂപേൻ്റെ അത്രയല്ലേ? ഇത് ഉപയോഗിക്കൽ ഹറാമായിട്ട് വരുന്നൊരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാം? ഈ മെയ്യത്ത് കടവുള്ള ആളാണ്, കുറേ കടവുണ്ട്. ഈ മെയ്യത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്താക്കേണ്ടത്? കഫൻ തുണി വാങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാണ്ട് ഇയാൾ എത്ര? 750 ഇങ്ങൾക്കോ 300 രൂപ ഇയാൾക്ക് കൊടുക്കും. ഇയാൾ കീശാൽ ആകെ ഉള്ളത് 1000 രൂപയാണ്. 1000 രൂപനെ കൊണ്ട് ഒരു കഫൻ തുണി സെറ്റ് വാങ്ങാലോ. അപ്പോഴാണ് ഇയാൾ പറഞ്ഞ് ഇയാൾക്ക് 750 രൂപ കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് വേണം? അത് പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് വേണം, ഇയാൾക്ക് വേണം പോലും. എന്താ ചെയ്യുക? ഇയാൾക്ക് വേണം, ഇയാൾക്ക് വേണ്ട. ആകെ ഉള്ളത് 710 രൂപയാണ്. അതിനെ കൊണ്ട് എന്താ വാങ്ങാം? 300. അയാൾ പൊരുത്തപ്പെട്ട് ഇയാൾക്ക് കൊടുക്കണ്ടേ? കൊടുക്കണം. അല്ലെങ്കിൽ ഇയാളോട് ചോദിക്കുക, ഇങ്ങനെ കഫൻ തുണി വാങ്ങാൻ പറ്റുമോ? പറ്റൂല, വേണോ? ആരും ഇയാളോട് കടം വാങ്ങിയേക്കല്ലേ, എല്ലാത്ത വെച്ചാൽ തന്നെ. അപ്പോൾ നമ്മളെന്താക്കുക? കടം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക, ബാക്കിയില്ലെ കൊണ്ട് എന്താ വാങ്ങാൻ പറ്റുക? അത് വാങ്ങാം. ഇനി കടം കൊടുക്കാനുണ്ടെങ്കിലോ എല്ലാം കൊടുക്കണ്ട. 1000 രൂപയും കൊടുക്കണമെങ്കിലോ ബാക്കിയുള്ള ആൾ വലിയ നിർബന്ധമാണ് എന്ത്? ഈ മെയ്യത്തിൻ്റെ മേൽ ഒരു തുണി. അത് ഈ മെയ്യത്തിന് അവകാശമുള്ളതാണ്. അത് മെയ്യത്തിൻ്റെ സമ്പാദ്യം ഉണ്ടെങ്കിലും
ജനങ്ങൾ ആരെങ്കിലും ഒരാൾ കൊടുക്കൽ നിർബന്ധമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു തുണിയിലൊന്നും ആരും കഫൻ ചെയ്യലില്ല. മഹല് പോലെ, CS സെൻ്റർ പോലെ, മറ്റുള്ള വ്യക്തികൾ പോലെ ഒരുപാട് ആൾക്കാർ കൊടുക്കാനുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതല്ലാതെ മെയ്യത്തിൻ്റെ സമ്പാദ്യത്തിൽ തന്നെയാണ് കടമുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടിയിട്ട് മാത്രമേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, അധികമുള്ള സാധനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി കഫൻ തുണി മുറിക്കുകയാണ്. കഫൻ തുണി മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർക്ക് പൂർണ്ണമായ രൂപമാണ് പറയുന്നത്. ശരീരം മുഴുവനും മറയുന്ന 3 തുണി. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉത്തരം. പുരുഷന്മാർക്ക് ശരീരം മുഴുവനും മറയുന്ന 3 തുണിയാണ് വേണ്ടത്. പിന്നെ ഒരു ലങ്കോട്ടി. ലങ്കോട്ടി എന്നാ പറയുക, കച്ചട്ട എന്നാ പറയുക? കച്ചട്ട. ഓക്കെ, ആയി. ശരീരം മുഴുവനും മറയുന്ന 3 തുണി, ഒരു കച്ചട്ട. ഉടുതുണി കാണുന്നില്ല കേട്ടോ, പക്ഷേ കിതാബിൽ നോക്കിയാൽ ഉടുതുണി എന്ന് പുരുഷന്മാർക്ക് പറയുന്നില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ പല ആൾക്കാർ ഉപയോഗിക്കലുണ്ട്, എല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഉടുതുണി അല്ല 3 തുണി, ഒരു ഉടുതുണി, ഒരു കച്ചട്ട ആയി. സ്ത്രീകൾക്കാണെങ്കിലോ ശരീരം മുഴുവനും മറയുന്ന 2 തുണി, ഒരു ഉടുതുണി, ഒരു കച്ചട്ട, ഒരു മാറിന് വെക്കാൻ ഒരു തുണി, ഒരു നിസ്കാരക്കുപ്പായം. ഇതാണ് സ്ത്രീകൾക്ക് വേണ്ടത്. നമ്മളതിന് തുണി മുറിക്കാൻ പോവുകയാണ്. തുണി മുറിക്കുന്നത് ശ്രദ്ധിക്കാം. നമ്മൾ തുണി മുറിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, കഫൻ തുണീൻ്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ ഏകദേശം ഒരു ഇഞ്ച്, ഒരു വിരലിൻ്റെ ഈ ഒരു ഭാഗം വീതിയുള്ള ലെവലിൽ വേണം നമ്മൾ എന്താക്കാൻ തുണി മുറിച്ചെടുക്കാൻ. പുതിയ അത്രയും തോന്നുന്നല്ലേ. ഇങ്ങനെയുള്ളൊരു തുണി മുറിച്ചിട്ട് എന്താക്കാം, ഒരു 3-4 ബിരിയാൻ കൊലിക്കാം. മതിയാ? നെയ്യത്ത പറയുന്ന മതി, ജീവനുണ്ട് നല്ല. ചില ആൾക്കാരുണ്ടല്ലോ ഈ ഒരു തരത്തിലാണ് കഫൻ തുണി അളക്കാൻ വേണ്ടിയിട്ടുള്ള തുണി എടുക്കൽ. ഇങ്ങനെയുള്ളൊരു തുണി ഇങ്ങനെ എടുക്കരുത്. ഇങ്ങനെ എടുത്താലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ള ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെന്താക്കാം, തുണി മുറിക്കാൻ വേണ്ടിയിട്ട് അളവ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തുണി എന്തായാലും ഈ ഒരു വീതിയിലുള്ള തുണിയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇതെടുത്തതിന് ശേഷം നമ്മൾ അളക്കുക. അളക്കേണ്ടത് എങ്ങനെയാണ്? നെയ്യത്തിൻ്റെ കാല് കാണുന്നില്ല. നെയ്യത്തിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം തള്ള വേണ്ടത് ഒരു ചാണ്, ഒരു 1.25 ചാണ് ആ ലെവലിൽ പിടിക്കുക. തലഭാഗത്തു നിന്നും ആ ലെവലിൽ പിടിക്കുക. ഇതേ അളവല്ല എല്ലാവർക്കും വേണ്ടത്. ഒരു തടിച്ച് നല്ല വീതി വിസ്താരമുള്ള വലിയ കുടലിൽ അതിനകത്ത് വലിയ മനുഷ്യനാണെങ്കിൽ ഈ ലെവലിൽ പിടിച്ചാൽ പോരാ. ഈ ലെവലിൽ പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഇവിടുന്ന് മടക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചുരുങ്ങും കഫൻ തുണി. അപ്പോൾ തടിച്ച ആളാണെങ്കിൽ എന്താക്കുക, കുറച്ച് അങ്ങോട്ട് പിടിക്കുക. അതും എന്താക്കുക, കുറച്ച് അങ്ങോട്ട് പിടിക്കുക. എന്നറിയാം ഇത് ചുരുങ്ങിയാലും നമുക്ക് എന്താക്കാൻ പറ്റും, കെട്ടാൻ പറ്റും. ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കഫൻ ചെയ്യുന്ന സമയത്ത് കെട്ടാൻ കഴിയില്ല, ചുരുങ്ങി ആകെ ഇടങ്ങാറാവും. അപ്പോൾ തടിച്ച ആളാണെങ്കിൽ ആ ലെവലിൽ പിടിക്കുക. ഇതിപ്പോൾ സാധാരണ പാവം എന്നെ പോലത്തെ മനുഷ്യനല്ലേ, ആ ലെവലിലെടുക്കുക. എത്ര മുറിക്കണ്ട് മറന്നുപോയി. എത്ര തുണി മുറിക്കേണ്ടത് ശ്രദ്ധിക്കാം. പോയി എത്ര തുണിയാണ് മുറിക്കേണ്ടത്? 3 ആയിക്കോട്ടെ. പിടി. പിടിച്ചോ. നമുക്ക് എത്ര ഇത്താ? നിങ്ങൾ എന്താ ഇപ്പോൾ ഒന്നും വേണ്ടാത്ത? ക്ലാസ് വേഗം തീരും ഉസ്താദെ, 2-3 മണിക്കൂറൊന്നും വേണ്ട, വേഗം പോകാൻ കഴിയും. എത്രയാണ്? 2 അല്ലേ മനുഷ്യന്മാരെ? 1 നമുക്ക് 3 അല്ലേ? 3ക്ക് 3 മുറിക്കാം. ഇവരെന്തോ ഒന്നും മുണ്ടുന്നില്ല. ഇങ്ങനെ 3 തുണിയെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളതിന് കഫൻ ചെയ്യാൻ പോകുന്നത് എവിടുന്നാണെന്നറിയോ? എവിടുന്നാണോ മയ്യത്ത് കുളിപ്പിച്ചത് ആ കുളിപ്പിച്ച സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ കഫൻ ചെയ്യാം. പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കുക. എവിടുന്നാണോ മയ്യത്ത് കുളിപ്പിച്ച സ്ഥലത്ത് തന്നെ കഫൻ ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടാണ് നമ്മൾ എന്താക്കുക, സെൻട്രലിലേക്ക് വിട്ടുകൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള, എത്ര തടിച്ചാളാണെങ്കിലും എത്ര മെലിനാളാണെങ്കിലും അതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കാണിച്ചിരുന്നത്. ഇങ്ങനെ 3 തുണി, പുരുഷന്മാരാണെങ്കിൽ 3 തുണി, സ്ത്രീകളാണെങ്കിൽ 2 തുണി ഇതുപോലെ എടുത്തിട്ട് എന്താക്കുക, ഇതുപോലെ ഇങ്ങനെ പകുതി വരെ മടക്കുക. ചുറ്റുന്നുണ്ടോ? ചുറ്റിക്കോ, സ്വൽപ്പ ചുറ്റിക്കോ. മതി. അങ്ങനെ അതുപോലെ എന്താക്കുക, തിരിച്ച് ഇങ്ങോട്ടേക്ക് ചുറ്റുക. മനസ്സിലായോ? കണ്ടോ? ഒന്നുകൂടി ചുറ്റിക്കാൻ ചേർന്നാ? ഒന്നുകൂടി കാണിച്ചേർന്നാ? വേണ്ട, ഇതാറ് എടുത്ത് വെക്കാം. 3 തുണി ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ 2 തുണി എടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് ചുറ്റുക, ഇവിടുന്ന് ഇങ്ങോട്ട് ചുറ്റിയത് അവിടെ വെക്കുക. പിന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇതിന് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും നമ്മൾ എന്തൊക്കെ ഒരു ഉടുതുണി കൂടി എടുക്കുന്നുണ്ട്. ഒരു ഉടുതുണി എടുക്കുമ്പോൾ ആളെ വലുപ്പം വീതിയും വിസ്താരമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. നിങ്ങളും വീതിയിലും പറ്റുന്ന വിധത്തിൽ എന്താക്കാം,
കണക്കാൻ നോക്കിയാൽ നോക്കിയാട്ടെ, കണക്കണേ ആയിക്കോ അതിലൊട്ടി. ഇനി സ്ത്രീകൾക്കാരും പുരുഷന്മാർക്കാരും ഇനി വേണ്ടത് ഒരു കച്ചട്ടയാണ്. കച്ചട്ട മുറിക്കുമ്പോൾ ഏകദേശം ഒരടി വലുപ്പുള്ള ലെവലുള്ള സാധനം വേണം നമ്മൾ എടുക്കാൻ. അതെടുക്കുമ്പോൾ നോക്കണേ, കുറച്ച് നീളം കൂടുതലുണ്ടല്ലേ, കുറച്ച് കുറക്കാല്ലേ. ഇങ്ങനെ ഒരു തുണി എടുത്തിട്ട് ആ തുണീൻ്റെ ഈ രണ്ട് തലക്കും ചെറിയൊരു കീറിലിട്ട് ഇതെന്താക്കി ഇങ്ങനെ താഴേക്ക് പിടിക്കാം. ഇത് പലതരത്തിലും ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഈ രീതിയിലും ചെയ്യും. ചില ആൾക്കാർ ഇതിങ്ങനെ താഴേക്ക് ഇതുപോലെ നൂല് കീറാതെ വീതിയുള്ള തുണിയെടുത്തിട്ടും ചെയ്യലുണ്ട്. പക്ഷെ ഇതാണ് വളരെ സിമ്പിൾ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ മൂലക്ക് ജസ്റ്റ് ഒന്ന് കെട്ടുക. ഇതെന്തിനാ കെട്ടുന്നറിയോ, നമ്മൾ ലാസ്റ്റ് ഇത് വെയ്യത്തിന് അരക്കിത് കെട്ടുന്ന സമയത്ത് ഇതിങ്ങനെ അങ്ങോട്ടേക്ക് പോകും, വലിച്ചതിന് ഇത് ഊരിപ്പോവും. അപ്പോൾ ഊരിപ്പോവാതിരിക്കാനാണ് എന്താക്കുന്നത്, ജസ്റ്റ് ഇവിടെ ഒരു കെട്ട് നമ്മളിടുന്നത്. അപ്പോൾ ഇതിൻ്റെ കോല ഇങ്ങനെ ഉണ്ടാകും. ഇതാണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഇങ്ങനെ ലങ്കോട്ടി അല്ലെങ്കിൽ കച്ചട്ടാന്ന് പറയും. ഇതായി ഇപ്പോൾ പുരുഷന്മാർക്കുള്ളതായില്ലേ, 3 തുണിയായി, ഒരു ഉടുതുണിയായി, ഒരു കച്ചട്ടയായി. സ്ത്രീകൾക്കോ 2 തുണിയായി, ശരീരം മുഴുവനും പറയുന്ന 2 തുണിയായി, ഒരു ഉടുതുണിയായി, ഒരു കച്ചട്ടയായി. പിന്നെന്താ വേണ്ടേ, മാറിന് വെക്കാനൊരു തുണി വേണം. മാറിന് വെക്കാനുള്ള തുണി എടുക്കുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം, വലിയ മാറുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം. ഇതിൻ്റെ ഉദ്ദേശം മാറിനെ ഒതുക്കി കെട്ടുക എന്നുള്ളത് മാത്രമാണ്. ഇനി മാറുന്നതിലൊരു മെല്ലിന പെണ്ണാണ്, ചെറിയ സ്ത്രീയാണ്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒതുക്കി വെക്കുക ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒതുക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ. അത് ആളെ വീതി അനുസരിച്ച് അല്ലെങ്കിൽ വലിയ മാറണമെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മളിതെടുക്കാൻ. ഓക്കെ, അതായി. ഇനി എന്താ സ്ത്രീകൾക്ക് വേണ്ടത്, നിസ്കാരക്കുപ്പായാണ്. നിസ്കാരക്കുപ്പായുണ്ട്, നല്ല അടിപൊളി ദുബൈയിലെ നിസ്കാരക്കുപ്പായുണ്ട്. ദുബൈയിൽ എന്നാ ശ്രമിക്കാം നിസ്കാരക്കുപ്പായി. ഇന്ന് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഒരു തുണി നമ്മൾ നേരത്തെ അളക്കാൻ വേണ്ടി മുറിച്ചിട്ടില്ലേ, ഇതിനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ലാസ്റ്റ് കഫൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് തലേൻ്റെ ഭാഗത്ത് കെട്ടാൻ, ഒന്ന് കാലിൻ്റെ ഭാഗത്ത് കെട്ടാൻ, ഒന്ന് നടുക്ക് കെട്ടാൻ വീതിയുള്ളത്. ഇതാണ് നമ്മൾ എന്താക്കല് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത സാധനം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ എടുത്താൽ എന്താ പ്രശ്നം, ഇതിനെ കൊണ്ട് നമുക്ക് കെട്ടാൻ കഴിയില്ല. ഇനിയിങ്ങനെ ഇത് കെട്ടിയാൽ തന്നെ എന്താ സംഭവിക്കാൻ തരും, ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ ഇത് പൊട്ടും, കഫം തന്നെ എന്താ പൊട്ടും, ഇത് ഉപയോഗിക്കാൻ കഴിയില്ല, ഇത് വേസ്റ്റായി. അത് വേസ്റ്റ് ആകാതിരിക്കാനാണ് എന്ത് പറയാൻ കാരണം, ഇതുപോലെ നല്ല വീതിയുള്ളത് തന്നെ എടുക്കാൻ വേണ്ടി പറയും. നമുക്കിത് എന്താക്കാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, കെട്ടാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് വെച്ചു. വെയ്യ അതിന് വേറെ തുണീനെ കൊണ്ട് മുറിച്ചെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ അത്ര അവിടെ വെച്ച് എന്താ മതി അടക്കം വെച്ച്. അങ്ങനെ നിസ്കാരക്കുപ്പായും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി, ഓക്കെ ആയി. കഫൻ തുണിയൊക്കെ മുറിച്ച് റെഡിയായി, കുളിപ്പിക്കുന്ന ആളെല്ലാം വന്ന് പിന്നെ മെയ്യത്ത് നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കാൻ പോവുകയാണ്. മെയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണോ സുന്നത്താണോ? നിർബന്ധമാണ്, ഫർദ് കിഫായാണ് അല്ലേ, ആണോ അല്ലേ? ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, മെയ്യത്തിന് ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുളിക്കൽ നിർബന്ധമുണ്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുളിക്കൽ നിർബന്ധമുണ്ടോ? എനിക്ക് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്കാ നിർബന്ധം എന്ത്, എന്നെ കുളിപ്പിക്കൽ. ഇപ്പം നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം കൂടിയുണ്ട്. എന്താണെന്നറിയ, ഇതിൽ മെയ്യത്തിന് അതായത് എനിക്ക് പോലും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് എന്ത്, എനിക്ക് പോലും നിർബന്ധമില്ലാത്ത കാര്യമാണ് എന്ത്, എന്നെ കുളിപ്പിക്കുക എന്ന് പറയുന്നത്. ആ ഒരു കർമ്മം ചെയ്തതിൻ്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്രത്തോളം പ്രതിഫലം തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും എന്ത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം എന്തെല്ലോ ഇബാദത്ത് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ചെയ്യാൻ പാടില്ല, ചെയ്യേണ്ടെന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൂടുതലുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് കാര്യങ്ങളാണ് എൻ്റെത് എന്ന് പറയുന്നതിന് പകരം വളരെ നിസ്സാരമായ ഒരു കാര്യമല്ലേ. അതായത് എനിക്ക് പോലും നിർബന്ധമില്ലാത്തൊരു കാര്യം നിങ്ങൾ എനിക്ക് ചെയ്തു തരുമ്പോഴാണ് സകലമാന പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടുന്നത്. അല്ലെങ്കിൽ 40ഓളം വൻപാപങ്ങൾ അള്ളാഹു പൊരുത്തപ്പെടുന്നു. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞ സുന്ദരമായ മല, രാത്രികാലം സ്വർണത്തിൻ്റെ നിറമുള്ള മല പോലത്തെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നപ്പോഴാണ് എനിക്ക് പോലും നിർബന്ധമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തു തരുമ്പോൾ അല്ലേ. ഓക്കെ, അപ്പം മെയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണ്, ഫർദ് കിഫായ. ഞാൻ ഈ മെയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ എത്ര ആൾക്ക് സ്വന്തമായിട്ട് മെയ്യത്ത് കുളിപ്പിക്കാൻ അറിയാം? ആർക്കും അറിയില്ല സാർ, സ്വന്തമായിട്ട് കുളിക്കാൻ അറിയാം. ഈ കൈബന്ധിച്ച ആൾ ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോഴും പറയണം കേട്ടോ. ഞാനിവിടെ മെയിനായിട്ട് പറയാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ, മെയ്യത്തിനെ കുളിപ്പിക്കുന്നതല്ല, അല്ല എന്നല്ല, മെയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമായിട്ട് കുളിക്കാൻ വേണ്ടി പഠിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് പലയാൾക്കും അത് അറിയില്ല.
അതിൽ ചില ശ്രദ്ധിക്കേണ്ട കുറേ ഭാഗങ്ങളുണ്ട്. അത് ഇവിടുന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരും. നിങ്ങളത് ചെയ്യണം. മെയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങൾ ആരും വന്നിട്ടില്ലെങ്കിലും വേറെ ആരും കുളിപ്പിക്കുന്നവരെ കുളിപ്പിച്ചോട്ടെ. പക്ഷെ നിങ്ങളെ കുളിപ്പിക്കാൻ നിങ്ങൾ തന്നെ വേണ്ടേ, പ്രത്യേകിച്ച് ഫർദായ കുളി. അള്ളാഹു കാര്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ്. നല്ല രീതിയിൽ കുളിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ കുളിക്കുന്ന കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മെയ്യത്ത് എടുത്തിട്ട്, ഇപ്പോൾ സെൻട്രലിലാണല്ലോ ഈ മെയ്യത്തുള്ളത്. ഈ മെയ്യത്ത് എടുത്തിട്ട് നമുക്ക് എന്താക്കണം, കുളിമുറിയിലേക്ക് കൊണ്ടുപോകണം. എത്ര ആൾക്കാർ കൂടിയിട്ടാണ് സാധാരണ കൊണ്ടുപോകാറുള്ളത് മെയ്യത്തെടുത്തിട്ട്? എത്ര ആൾ വേണം ഈ ഒരു മെയ്യത്തിനെടുത്ത് കൊണ്ടുപോകാൻ നിങ്ങളുടെ നാട്ടിൽ? പൊതുവേ 4 ആൾ. എന്നാൽ ആ 4 ആൾ ഇങ്ങോട്ട് വന്നേ. 4 ആൾ എടുത്തിട്ട് സെൻട്രലിൽ നിന്ന് മെയ്യത്തെടുത്തിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന ആ 4 ആൾ കൊണ്ടുപോകലില്ല. ആവോ? 5-6 ആൾ വേണ്ടേ? എന്നാൽ 4 ആളെ വേണ്ടു ശരിക്കും. അതെങ്ങനെയാണ് പിടിക്കേണ്ടതെന്നുള്ള ഞാൻ കാണിച്ചത് നോക്കണ്ട. ശരിക്കും ആരാ നല്ല അസർപ്പിക്കാൻ നല്ല ഇയാളെ കണ്ടോ ഇപ്പം നിങ്ങൾ? ഇനി മെയ്യത്തിൻ്റെ അല്ല, അതിന് നമ്മുടെ വീട്ടിലെ രോഗികളായാൽ പോലും നമുക്കൊന്ന് കാറിൽ കയറ്റണം, അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാം. അതിനുള്ള വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇതാ ഇയാളെ കണ്ടോ? ഒന്നിങ്ങനെ പിടിച്ചേ. ഈ നമ്മളെ ഈ ചന്തീൻ്റെ ഈ പൊന്തി നിൽക്കുന്ന ഭാഗമില്ലേ, ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ തന്നെ, ഇവിടെയാണ് ഒരു കൈ വരേണ്ടത്. രണ്ടാമത്തെ കൈ വരേണ്ടത് ഈ പൊന്തി നിൽക്കുന്നതിൻ്റെ ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൈ പോകേണ്ടത്. അതായത് വെയിറ്റുള്ള ഭാഗം അവിടെയാണ്. നമ്മളൊരു പേഷ്യൻ്റ് എടുക്കുന്ന സമയത്താണ് ഈ കൈ നമ്മൾ ചുമലിലിടുക, ഈ ചന്തീൻ്റെ ഭാഗത്ത് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പൊന്തിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് പേഷ്യൻ്റെ പൊന്തിക്കുന്നത്. അതുപോലെ ഈ മെയ്യത്ത് നമ്മൾ പിടിക്കേണ്ട എവിടെയാണ്? ഈ ചന്തീൻ്റെ ഈ ഭാഗത്ത് ഒരു കൈ ഇവിടെ പിടിക്കുക, ഒരു കൈ എന്താ കൈ നമ്മൾ ഇക്കിളിയാക്കുമ്പോൾ ഇക്കിളിയാകുന്നുണ്ടാ ഇല്ല, ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. ഇതാണ് പിടുത്തം. രണ്ടാമത്തെ പിടുത്തം ഇപ്പുറക്കുന്ന ആളോ അതേ സ്ഥലത്ത്. ഇങ്ങനെ അല്ല കേട്ടോ പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചാൽ ആ ഭാഗം ഇങ്ങനെ കുയ്യും. നമ്മളിങ്ങനെ മെയ്ത്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ കുയ്യും. ആ കുയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റുള്ള സ്ഥലത്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റും. തലഭാഗത്തേക്ക് നാളോ ഈ 2 കൈ കൊണ്ട് ഈ മെയ്യത്തിൻ്റെ ഈ ഷോൾഡർ പിടിക്കുക. ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലോ തല വരിക, ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ? കാല് ഭാഗത്തേക്ക് നാളോ നേരെ നിൽക്കുക, പിടിക്കുക. ഒരു 4 ആൾ വരുമോ? വാ, ഞാൻ പറയുന്നത് ശരി തന്നെയാണോ നോക്കണം. വാ കൊള്ളവാ, നേരം പെയ്ത ഉമ്മ കണ്ടു. ഉഷാറില്ല ആളിനല്ലേ? കാരണം അടുത്ത ആഴ്ച ഒരു ക്ലാസ് ഉണ്ട്, അടുത്തേക്ക് പോകണം ഇവനാ. പിടിച്ചോ, ഞാൻ എവിടെയല്ലേ പിടിക്കാൻ വേണ്ടി പറഞ്ഞത്? എവിടെ പിടിക്കാൻ പറഞ്ഞ? എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞത് ഓർമ്മയില്ല. എവിടെ പൊന്തിക്കല്ലേ? ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതില്ലേ? ഇങ്ങനെയാണോ? ആയില്ല, പൊന്തിക്കുമ്പോൾ എന്തോ ചെല്ലില്ല. എന്താ ഏക്കാക്ക പൊന്തിക്കുമ്പോൾ എന്തോ ചെല്ലില്ലമ്മോ? ഇപ്പം ചെല്ലണ്ട, ഇയാളും വെച്ചിട്ടില്ല കേട്ടാ. ആടല്ലേ കൈയോടെ പിടിക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ വേണ്ട. പൊന്തിച്ചേ, പൊന്തുന്നുണ്ടാ? ഒന്ന് വല്ല വെച്ചേ, ഒന്നും കൂടെ പൊന്തിച്ച് നോക്കിയാ. ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ നടക്കണം അങ്ങോട്ടേക്ക്. വേണ്ട, പൊന്തുന്നുണ്ടാ? സിമ്പിളല്ലേ? നിങ്ങൾ വരത്തി പിടിച്ചല്ലല്ലോ, ഇങ്ങനല്ലേ നമ്മൾ പിടിക്കല് സാധാരണ. ഇനി നമ്മളിങ്ങനെ മെയ്യത്ത് പിടിച്ചാൽ തന്നെ എന്ത് വേണമെന്ന് അറിയാം? നിങ്ങൾ ഇപ്പം നിന്ന പോലെ ഇങ്ങനെ പോകാൻ പാടില്ല. മെയ്യത്ത് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നപ്പെടും. മെയ്യത്ത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നടു നേരെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര തടിച്ചാലും നമുക്ക് എന്താക്കാൻ പറ്റും? എടുത്തു പോകാൻ പറ്റും. നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കിത് വെയിറ്റ് കൂടും. നമ്മൾ നട്ടൽ നേരെയായിട്ട് പിടിച്ചാൽ എത്ര തടിച്ചാലും പോയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇനി സ്ട്രെച്ചറിലുള്ളതാണെങ്കിൽ പോലും നമ്മൾ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഒരാളാട് പിടിക്കുക, ഇങ്ങനെ ഈ 4 ഇത് നേരെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചിട്ട് നടക്കരുത്. ഇനി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ഒരു നടക്കുന്ന ഒരു പിടുത്തം ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരേപോലെ പിടിക്കാം. പ്രത്യേകിച്ച് ഇങ്ങനെ നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വെയിറ്റുള്ള ആൾക്കും നമുക്ക് നേരെ പിടിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും, വളരെ സിമ്പിളായിട്ട്.